ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ മഹാടവയിൽ പ്രസ്ബിറ്റർമാരായിട്ട് ഇന്ന് 7 പേരും കൂടെ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. 7 അച്ഛന്മാർ നമ്മുടെ മഹാടവയ്ക്കും കൂടെ വരികയാണ്, കൂടുകയാണ്. കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവരെ പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്ന ഒരു ദിവസവും കൂടെയാണ്. അവരെ ഒരുക്കി ഇവിടെ ഹാജരാക്കിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാസ്റ്റർ ബോർഡ് സെക്രട്ടറി, ഡയസിസൻ ഓഫീസേഴ്സ്, ഇവർക്ക് വേണ്ട പരിശീലനമൊക്കെ നൽകിയ സെമിനാരി അധ്യാപകർ, അതോടൊപ്പം ഇവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ മറ്റ് പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഓർഡിനേഷന് വേണ്ടി അവരെ ഒരുക്കിയ ഗുരുക്കന്മാർ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രിയ അച്ഛന്മാരെയും കൊച്ചമ്മമാരെയും ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യും. ഇന്ന് കൂടുതലായിട്ടും അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് അച്ഛന്മാരെ കസേര എൻ്റെ നേരെ തിരിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ തന്നെ ഇരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ഇരിക്കുന്ന ഇരിപ്പ് തിരിഞ്ഞാലും മതി, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, കുറച്ചുകൂടെ അതങ്ങോട്ട് പുറത്തോട്ടാ, കുറച്ചുകൂടെ നമ്മളെ ഏത്തനെ എനിക്ക് കാണത്തില്ല. മതി. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളും ആരാധനയെ നമ്മൾ ആരംഭം മുതൽ ശ്രദ്ധിച്ച കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. വായിച്ചു കേട്ട വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമ വേദഭാഗവും സങ്കീർത്തനവും, പുതിയ നിയമ വേദഭാഗത്തിൽ ലേഖനവും, അതുപോലെ തന്നെ സുവിശേഷവും വളരെ വളരെ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഉള്ള വചനങ്ങളാണ്. പ്രത്യേകിച്ച് അതിൽ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം, അതിൻ്റെ 1 മുതലുള്ള 1-2 വാക്യങ്ങളോടെ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതലുള്ള ഏതാനും വാക്യങ്ങൾ കൂടി. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായിത്തീരുന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിങ്ങളുടെ 2-ാം വാക്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ സമയത്തിനായി നന്ദിയുടെ സ്തോത്രം. വിശുദ്ധ ആരാധനയ്ക്കായി പ്രസ്ബിറ്റർ ഓർഡിനേഷനായും കൂടെ ഞങ്ങളിവിടെ ഞങ്ങളുടെ ആലയത്തിലായിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ഒരു മഹാടവയെ നൽകി, മഹാടവയിൽ കാലാകാലങ്ങളിൽ അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യാൻ ശുശ്രൂഷരെ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അതിനായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രസ്ബിറ്റർ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്ന, അഭിഷേകം ചെയ്യപ്പെടുന്ന ഈ പ്രിയമക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരും. തങ്ങൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഏറിയ ബോധ്യം അവർക്ക് നൽകണം, ഉത്തമ ബോധ്യം നൽകണം. ആ ഒരു ബോധ്യത്തോടെ ശുശ്രൂഷ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കണം. അല്പസമയം അവിടെ വചനം കേൾക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അടിയും പറയുന്ന പുറമെ അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. CSI സഭയിൽ നമ്മൾക്കറിയാമല്ലോ, മോഡറേറ്റർ, ബിഷപ്പ്, പ്രസ്ബിറ്റർ, ഡീക്കൻ, ഇവാഞ്ചലിസ്റ്റ്, ചർച്ച് വർക്കർ, ഹെൽപ്പർ, പാർട്ട് ടൈം ഹെൽപ്പർ,
അങ്ങനെയാണ് അതിൻ്റെ ആ ശുശ്രൂഷയുടെ ക്രമം പോകും. ഓരോരോ കാലഘട്ടങ്ങളിൽ അതാത് മഹാടയുടെ ആവശ്യങ്ങൾ നോക്കി, ശുശ്രൂഷയുടെ ആവശ്യങ്ങൾ നോക്കി അപേക്ഷകൾ ക്ഷണിച്ച് പരിശോധനകൾ നടത്തിയതിന് ശേഷം ശുശ്രൂഷാ സ്ഥാനങ്ങളിലേക്ക് ശുശ്രൂഷകരെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ഭാഗത്ത് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണും. അവിടെ പറഞ്ഞത് പ്രസ്ബിറ്റർമാരാകുവാൻ ഇവരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞു. ഉടനെ ഇവരെ എങ്ങനെയാണ് അവിടെ കൊണ്ടുവന്നതിൻ്റെ അധികാരപത്രം, അതായത് ഇവരെക്കുറിച്ചുള്ള തീരുമാനങ്ങളുടെ ഒരു ചുരുക്കം വായിക്കണം എന്ന് പറഞ്ഞു. അതാണ് അധികാരപത്രം എന്ന് പറഞ്ഞു. ഇവരെ എങ്ങനെയാണ് എടുത്തത്. അപ്പോൾ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇവരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ തിരക്കം ചെയ്ത് അന്വേഷിക്കാനൊരു സമിതിയൊക്കെ വെച്ചിരുന്നു. ആ സമിതി അന്വേഷിച്ചതിന് ശേഷം ഇവർ കൊള്ളാവുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇവരെ ബിഷപ്പിന് മുമ്പിൽ ഹാജരാക്കും. അതത്രയും ആ ഭാഗമാണ്. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. വെറുതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസ്ബിറ്റർ ഓർഡിനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ സമ്മതം പറയണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാട്ടോ പറയുന്നത്. നിങ്ങളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞു. അത് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു ചോദ്യമായിരുന്നു. അതിന് ഉത്തരമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, കർത്താവിൽ പ്രിയരെ പ്രസ്ബിറ്റർ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുവാനായിട്ട് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇവർ ഇതിന് യോഗ്യരാണെന്ന് നിങ്ങൾ കരുതുന്നുവോ വിശ്വസിക്കുന്നുവോ? എന്നാ നിങ്ങൾ പറഞ്ഞേ? കേട്ടില്ല? എന്നാ അവർ പറഞ്ഞേ? അല്ല, എന്നാ അവർ പറഞ്ഞില്ല. അവരെന്നാ പറഞ്ഞേ? ആര്? നിങ്ങൾ യോഗ്യരാണെന്ന് അവർ പറയല്ലേ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരവാണ് അല്ലേ? ഇനി അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കരുത്? അതിൻ്റെ അർത്ഥം എന്നാ? ഇനി അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കരുത് അല്ലേ? തിരുത്തി പറയിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഈ വേലയ്ക്ക് യോഗ്യരാണെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നുമായിരിക്കും, എനിക്കെന്നാ കുഴപ്പം, ഞാൻ ശിശുനായ എന്താണ് കുഴപ്പം എന്ന് എനിക്ക് തന്നെ തോന്നുമായിരിക്കും. ആ തോന്നലല്ല ഇവിടെ എന്താണ്? ഇവിടെ ഇവർ പറയുകയാണ് നിങ്ങൾ യോഗ്യരാണ് അല്ലേ? അത് വളരെ വിലയോടെ നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യം, അതിനൊരു ഉത്തരങ്ങൾ, ഒന്ന് രണ്ടല്ല കുറേ അധികം ചോദ്യങ്ങളും നിങ്ങളതിന് ഉത്തരം പറയുന്നുണ്ട്. അതെല്ലാം ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപക്ഷെ നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നോക്കിയിട്ടുണ്ടാവാം. അത് നിങ്ങൾ ദൈവസേനയിൽ എന്ത് ചെയ്യാണ്? പറയാം. ദൈവസേനയിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വാക്ക് ദൈവസേന ഉച്ചരിച്ചാൽ അത് നമ്മൾ മറന്നാലും ആരും മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. അത് ഓർത്തോണം. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ദൈവം നമ്മളുമായിട്ട് നേരിട്ടും കാണുമ്പോൾ എന്നാ ചോദിക്കും? നീ അന്ന് ഇവിടുന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് പ്രതിജ്ഞ എടുത്തിട്ട് പോയതാണ്, നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്യുന്നത്, എടുക്കാൻ പോകുന്ന ആരെ ചിന്ത എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ചോദ്യം ഇതാണ്, എന്താണ് ശുശ്രൂഷ? പ്രസ്ബിറ്റർ എന്ന് പറഞ്ഞ ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുക. ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യുക? മേയിക്കുക. ആട്ടിൻകൂട്ടത്തെ മേയിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മേയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മേയിക്കുക എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, സൂക്ഷിക്കുക, അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്ത് ചെയ്യുക? നിറവേറ്റി കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, നല്ല നല്ല പുല്ലുള്ളിടത്തിലേക്ക് അതിലെ കൊണ്ടുപോവുക, അതിന് സംരക്ഷണം കൊടുക്കുക, സുരക്ഷിതത്വം കൊടുക്കുക, അതെല്ലാം ചെയ്യണം അല്ലേ? പക്ഷേ ഇപ്പം നമ്മൾ ഇത് യേശു ആടിൻ്റെ ഉപമ പറയുമ്പോഴും, അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുമ്പോഴും, കാഹളം ഊതുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോഴും അവർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സദൃശ്യമാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉപമയാണ് ഉപയോഗിക്കുന്നത്. ആട്ടിൻ കൂട്ടവും ഇടയൻ അല്ലേ? ആട് ഇടയൻ എന്നുള്ള ഒരു സാദൃശ്യം ഉപയോഗിക്കും. അപ്പോൾ അവർക്കത് വളരെ വേഗത്തിൽ മനസ്സിലാവും. ഒരു ആടിനെ
മേയിക്കുക, പാലിക്കുക, പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ഒരു ആടിനെ മേയിക്കുന്ന ഒരു ഇടയൻ്റെ ഒരു ചുമതലയാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എൻ്റെ അകത്ത് മറന്നു പോകരുത്. ഈ ആട് ആരുടെയാണ്? ആരുടെ ആടാ? ആരുടെ ആടാ? ദൈവത്തിൻ്റെ ആടാ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ. ആരുടെ ആട്ടിൻകൂട്ടമാണ്? ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കാനുള്ള വെറും മേയ്പ്പൻ മാരാണ് നമ്മളല്ലേ? മേയിക്കുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ. വേറെ യാതൊരു വിധമായ ഉത്തരവാദിത്തങ്ങളും നമുക്കില്ല. ഈ ആടിൻ്റെ മേൽ യാതൊരു വിധമായ അവകാശങ്ങളും നമുക്ക് ഇല്ല. മറന്നുപോകരുത്, ആടിൻ്റെ മേൽ അവകാശമുള്ളത് ആർക്കാണ്? അത് ആരുടെയാണ്? ആട് ദൈവത്തിൻ്റേതാണ്. ആട് ദൈവത്തിൻ്റേതാണ്. ഒരു കൂട്ടം ആടിനെ എന്ത് ചെയ്യാണ്? നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അതിനെ മേയ്ക്കാൻ. അതിനെ നഷ്ടപ്പെടാതെ, അതിനെ ദോഷം വരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഇടയന്മാർക്കുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ളത് എന്ന് മറന്നു പോകരുത്. അത് വളരെ വളരെ കൃത്യമായിട്ടാണ് നമുക്ക് നമ്മുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കതിനെ ചിന്തിക്കാൻ സാധിക്കും. നമുക്ക് ആടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ആടുണ്ട്. എല്ലാ ആടിനെയും മേയ്ക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൂട്ടം ആടിനെ ഏൽപ്പിച്ചിരിക്കുക. ആ ആടിൻ്റെ കാര്യം മാത്രം എന്ത് ചെയ്യാൽ മതി? ആ ആട്ടിൻകൂട്ടത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും. വേറെ ആട്ടിൻകൂട്ടത്തിൻ്റെ കാര്യം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കേണ്ട കാര്യം ഇല്ല. കാരണം ആ ഒരു പ്രത്യേക സമയത്ത് നിങ്ങളാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ ഉത്തരവാദിത്വം. ഓക്കെ, ആരുടെ ആടാ? ദൈവത്തിൻ്റെ ആട്. നമുക്കതിൽ അവകാശമില്ല. നമുക്ക് ഒറ്റൊരു അവകാശമുള്ളൂ, അതിനെ എന്ത് ചെയ്യുക? അതിനെ പാലിക്കുക, പരിപാലിക്കുക, അതിനെ നയിക്കുക, അതിനെ മേയിക്കുക, അതിൻ്റെ സുഖസൗകര്യങ്ങൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. കൃത്യസമയം വരുമ്പോൾ എന്ത് ചെയ്യുക? യജമാനെ, ഇതാണ് അങ്ങയുടെ ആട്, ഇതിലൊന്നുപോലും എന്ത് ചെയ്തിട്ടില്ല, നഷ്ടമായി പോയിട്ടില്ല എന്ന് പറയുക. അതാണ് ഉത്തരവാദിത്വം. ഏതാണ്ട് അതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കറിയാമെങ്കിലും ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മളതിനു വേണ്ടി, ആ വേലയ്ക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുക കഴിയുമ്പോൾ അതൊരു നിർബന്ധത്താലല്ല ചെയ്യുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോസ്തലൻ പത്രോസ് അങ്ങനെയാണ് പറഞ്ഞത്, നിർബന്ധത്താലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷരാകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു കുഴപ്പമുണ്ട്. അവർക്കത് പലപ്പോഴും അതിന് ചെയ്യുന്നത്, അത് തിരിഞ്ഞു പോകുന്നു. ഞങ്ങൾ ഓർക്കുന്നത് ഇത് ഏതാണ്ട് ഏതാണ്ട് അവകാശം പോലെയാണെന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഞാനാണതിൻ്റെ അതോറിറ്റി എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എങ്ങനെയാണ് തിരുമേനി അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയും അല്ലേ? നമ്മളൊരു ആടിനെ പരിപാലിക്കുകയാണല്ലോ. ഒരു ആടിന് ക്ഷീണമാണെന്ന് വിചാരിച്ചു, എന്ത് ചെയ്യണം? ആടിന് ക്ഷീണമാണെന്ന് ചെയ്യും, ആടിന് പോയി നോക്കണം അല്ലേ? നമ്മുടെ പള്ളിയിൽ ഒരാൾക്ക് ക്ഷീണമാണ്, എന്ത് ചെയ്യണം? ഇവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു കൂട്ടമാണ് നമുക്ക് തരുന്നത് അല്ലേ? ഒരു പള്ളിയിൽ 500 കുടുംബമാണ്, ഒരു പള്ളിയിൽ 300 അല്ലെ 200 അല്ലെ 50 അല്ലെ 25 കൃത്യമായിട്ട് എണ്ണമായിട്ടാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് അല്ലേ? അത്രയും എണ്ണം ആടുകളുടെ, കുടുംബങ്ങളുടെ, ജനങ്ങളുടെ എല്ലാവിധമായ ആത്മീയ പരിപോഷണവും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ആരുടെയാ? ഈ ജനം ആരുടെയാ? ജനം ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ നമ്മൾ ആരുടെ ശുശ്രൂഷ, ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ക്രിസ്തുവിന് വേണ്ടിയാണ്. യേശുവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു, നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ നൽകിയിരിക്കുന്ന ആൾക്കാരെ ക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം അല്ലേ? യേശുവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ നോക്കുമ്പോൾ ആ ഇടയ ശുശ്രൂഷയെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ അടുത്ത് വന്ന് രോഗികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യേശു എന്ത് ചെയ്തു? അവർ സൗഖ്യമാക്കി. വിശന്ന് വന്നവർക്ക് എന്ത് ചെയ്തു? അവർക്ക് ആഹാരം നൽകി അല്ലേ? പിന്നെ എന്ത് ചെയ്തു? വളരെ ശക്തമായ ഉപദേശം എന്ത് ചെയ്തു? അവരെ കൊടുത്തു അല്ലേ? അതെല്ലാം ആ ശുശ്രൂഷയാണ് ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശു ഫിസിക്കലായിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ അടുത്തില്ല. ആ ശുശ്രൂഷ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു, ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കുന്നത് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, സെർവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ വലിയ അധികാരമുള്ള ആൾക്കാരായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, തോന്നിപ്പോകുന്നത്. പക്ഷേ അതങ്ങനെ അല്ലെന്നാണ്
സൂക്ഷ്മമായിട്ട് നമ്മൾ വേദോസം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അധികാരമല്ല, പിന്നെയോ ആ ആടിൻ്റെ യജമാനൻ്റെ ഇഷ്ടം നിറവേറ്റുമെന്ന് മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഉള്ളൂ. നമ്മുടെ ഇഷ്ടമേ എൻ്റെ അതില്ല. നമുക്കിഷ്ടമില്ല എന്ത് ചെയ്യാം? ഇഷ്ടമില്ലെങ്കിൽ യജമാനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? പോകുകയെ നിവൃത്തിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. അപ്പം നമ്മൾ ആ വാക്യങ്ങളെല്ലാം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സംഗതി 1-ാം പാഠം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, പ്രസംഗിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാഹളം ഊതുന്ന ആളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കാവൽക്കാരനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരാണ്? കാവൽക്കാരൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാവൽക്കാരൻ്റെ ഡ്യൂട്ടി എന്താ? എന്നാ കാവൽക്കാരനായിരിക്കും? എന്നാ കാവൽക്കാരനാ? കാവൽക്കാരൻ എവിടെയാണ് നിൽക്കുന്നത് അറിയാമോ? എവിടെ നിൽക്കുന്നത്? എല്ലാവരെക്കാളും ഉയരത്തിലാണ്. എല്ലാവരെക്കാളും ഉയരത്തിൽ നിൽക്കുകയാണ്. ആ ഒരു പട്ടണത്തെ നോക്കാനായിട്ട് എവിടെ നിന്നെല്ലാം ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. നോക്കിയിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക? കാഹളം ഊതുക, അതിന് അടയാളം കൊടുക്കുക. ശത്രുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങിയിരുന്നാൽ എന്ത് ചെയ്യാം? അവർ ശത്രുക്കൾ വരുമ്പോൾ അവരെ കീഴ്പ്പെടുത്താതെ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. കാഹളം ഊതുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അവിടെ വളരെ കൃത്യമായിട്ട് വിവരിച്ചത് പറയുന്നുണ്ട്. കാഹളം ഊതുക എന്നുള്ള കാഹളം ഊത്തുകാരൻ്റെ, കാവൽക്കാരൻ്റെ ചുമതലയാണ്. അവൻ എപ്പോഴും എന്തിരിക്കണം? അവൻ വിജിലൻ്റ് ആയിരിക്കണം. അവന് ഉറങ്ങാനോ അവന് സ്വന്തം കാര്യം നോക്കാനോ ആ ഡ്യൂട്ടി സമയത്ത് അവന് പറ്റത്തില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവൻ ശ്രദ്ധയോടെ ഇരിക്കണം. എന്തെങ്കിലും ഒരു അപകടം വരുന്നുകൊണ്ടാൽ അന്നേരം എന്ത് ചെയ്യുക? കാഹളം ഊതണം. കാഹളം ഊതാതിരുന്നാൽ എന്ത് ചെയ്യും? ശത്രുക്കൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, ജീവന് നാശം വന്നാൽ അതിന് പകരം ആരുടെ ജീവൻ ചോദിക്കും? കാവൽക്കാരൻ്റെ ജീവൻ ചോദിക്കും. ഊതി ഇവർ ഒരുങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് നിനക്ക് ആ ശിക്ഷയിൽ നീ വിടുതൽ ഉണ്ട്. അപ്പോൾ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം എന്താ? എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ, അല്ലെ ശുശ്രൂഷയിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ജനങ്ങളുടെ വേണ്ടി അവരോട് പറയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ത് ചെയ്യുക? പ്രസ്താവിക്കുക. എന്താണ് ജനങ്ങൾ, ഏത് വഴിയെ പോകുന്നു, ഏത് രീതിയിൽ നീങ്ങുന്നു, അവരുടെ ആത്മീയ ജീവിതം എന്താണ്, അവർ വചനത്തിനനുസരിച്ചാണ് പോകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ദൂത് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ദൂത് അവർ പറയണം. മനസ്സിലായല്ലോ? കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ആ തൻ്റെ നോക്കാനുള്ള ആ ജനത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ചുമതല, അല്ലേ? നമ്മളിപ്പോൾ ഒരു മുമ്പേ പറഞ്ഞ പോലെ ഒരു കൂട്ടം കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു കൂട്ടം ആൾക്കാരെ തന്നിരിക്കുകയാണ്. അവരുടെ ജീവിത രീതികൾ, അവരുടെ പോക്കൊക്കെ കൊണ്ട് അവർ നിത്യജീവനിലേക്കാണോ നിത്യദാസത്വത്തിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 2 കണ്ണും 2 കാതും കൂർപ്പിച്ച് നോക്കിയിരിക്കണം. അങ്ങനെ ഏതെങ്കിലും വഴിതെറ്റി പോകുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവരോട് പറയണം. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഘോഷണമാണ് കാഹളം ഊത്ത് എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കയ്യിൽ നിന്നെടുത്ത് പറയുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ്, നമ്മൾ അങ്ങനെ പോകരുത് എന്ന് പറയുന്നതാണ് കാഹളം ഊത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? ജനത്തെ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം, അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഉദാഹരണം തന്നെ ഇവരോട് പൊതുവായിട്ടും കൂടെ പറയട്ടെ. ഒരു ഇടയൻ എന്ന് വിചാരിച്ചോളുക. ഒരിടയനെ ഒരു ആട്ടിൻകൂട്ടത്തെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പള്ളി ഒരിടയനെ ഏൽപ്പിച്ചു. അദ്ദേഹം ചെന്ന് ആദ്യത്തെ 2-3 മാസം കൊണ്ട് അവിടെയുള്ള വീടുകളെല്ലാം സന്ദർശിച്ചു. അദ്ദേഹം ബഹുമിടുക്കനായിരുന്നതുകൊണ്ട് അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കി ഇപ്രകാരം അദ്ദേഹം ഒരു കണക്കെടുത്തപ്പോൾ അവിടെ ഏതാണ്ട് 50ഓളം മദ്യപന്മാരായ ആൾക്കാരുണ്ട്. ലഹരി വസ്തുക്കൾക്ക് അടിമയായ 50 പേരുണ്ട്. അങ്ങനെ ഓരോ സെക്ഷൻ അദ്ദേഹം കണക്കെടുത്തു. 5 വർഷം സേവനം ചെയ്തു. വീണ്ടും അദ്ദേഹം കണക്കെടുത്തു. പോകാൻ നേരമായപ്പോൾ പിന്നെ നോക്കി, മദ്യപന്മാരുടെ എണ്ണം 75ആയി. കുടിയന്മാരാണ്. കാഹളം ഊതിയോ ഇല്ലയോ? വേണ്ട രീതിയിൽ ഊതിയോ ഇല്ലയോ? മദ്യപാനികൾ എന്ത് ചെയ്തില്ല? ധൈര്യമായിട്ട് പറഞ്ഞു, മദ്യപാനികൾ എന്ത് ചെയ്തില്ല? മദ്യപാനികൾ ദൈവരാജ്യാവകാശമാക്കുകയില്ല. ഇടയൻ്റെ ശുശ്രൂഷ കൊണ്ട് എത്ര പേര് ദൈവരാജ്യത്തിന് അന്യപ്പെട്ടു പോയി? 25 പേര് പോയി. 50 ഉണ്ടാകത്തുള്ളൂ, 25 പേര്.
ശക്തമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? അതിനെക്കുറിച്ചുള്ള വചനം എന്ത് ചെയ്യണം? പ്രസംഗത്തിലൂടെ, അല്ലാതെ വിസിറ്റിങ്ങിലൂടെ, പേഴ്സണലായിട്ട് ഇടപെടലിലൂടെ, കൂട്ടായ്മ യോഗങ്ങളിലൂടെ, പാട്ടിലൂടെ, പ്രാർത്ഥനയിലൂടെ, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യായിരുന്നു? മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൻ്റെ വെളുത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, അല്ലേ? ഓക്കെ, അത് തിരിച്ചാന്ന് കൂട്ടിക്കോ. 50 പേരുണ്ടായിരുന്നു, പോരാ നേരമായപ്പോൾ 25 പേരേ ഉള്ളൂ. അപ്പോൾ എത്രയായി? 25 പേരെ തീയിൽ നിന്ന് എന്ത് ചെയ്ത് വലിച്ചെടുത്തു. വേദവസ്ത ഭാഷ്യത്തിൽ പറഞ്ഞാൽ 25 പേരെ തീയിൽ നിന്ന് വലിച്ചെടുത്തു. ഞാൻ മദ്യത്തിൻ്റെയും ലഹരി വസ്തുവിൻ്റെയും കാര്യം പറഞ്ഞത് ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്, ലഹരിയുടെ ഉപയോഗം, അല്ലേ? അത് ഏത് രീതിയിൽ മനുഷ്യനെ അപകടപ്പെടുത്തുന്നു, അപായപ്പെടുത്തുന്നു ഒക്കെ പറയാനേ പറ്റത്തില്ല. അത്രയുമാണ് ഇതിൻ്റെ ഉപയോഗം. അത് പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, അത് നമ്മുടെ പള്ളിക്കാരൊന്നും അല്ല, വേറെ പള്ളിക്കാരാന്ന് പറയുന്നു, വേറെ പള്ളിക്കാരൊന്നും അല്ല, അല്ലാത്ത ആൾക്കാരാന്ന് പറയാമായിരുന്നു. ആ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇന്ന് നമ്മുടെ തന്നെ ആൾക്കാർ, നമ്മുടെ പള്ളിക്കാർ തന്നെ ആ കൂട്ടത്തിലുണ്ട്. പള്ളിക്കാരെന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, അവരൊരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അപ്പനോ അമ്മയോ മക്കളോ അനിയന്മാരോ ചേട്ടന്മാരോ ഉപ്പാപ്പന്മാരോ കൊച്ചപ്പന്മാരോ ഒക്കെ ആയിരിക്കും, അല്ലേ? വേറെ പുറത്തുനിന്ന് ആരുമല്ല, നമ്മുടെ തന്നെ ആൾക്കാർ, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കുടുംബത്തിൽ പിറന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇന്ന് അത് വളരെ വളരെ കൂടി വന്നിരിക്കുന്നു. അതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തക്ക സമയത്ത് ബോധവൽക്കരണം നടത്താൻ, കാഹളം ഊതാൻ എന്നുണ്ട് നമുക്ക് അവകാശമുണ്ട്. അത് ചുമതല നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പറയുകയാണ്, ഒരിക്കൽ നിങ്ങൾ രണ്ടും കൂടെ, ആ ഇടയനും ആടും കൂടെ ഒരിക്കൽ ന്യായവിധിയുടെ മുമ്പിൽ നിന്നു എന്ന് വിചാരിക്കുക. സങ്കല്പം പറയാണ്, നിങ്ങൾ അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് സ്വകരാജ്യത്തിൽ പോകാൻ അവകാശം ഉണ്ടാകത്തില്ല എന്ന്, മദ്യം കഴിച്ചാലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനെ? അന്നേ കൂടി നിർത്തിയായിരുന്നു. എൻ്റെ ഇടയാ, നിങ്ങളത് പറഞ്ഞില്ലല്ലോ, അല്ലേ? അടി ആർക്ക് കൂടുതൽ കിട്ടും? അവൻ പോകും നരകത്തിൽ തീർച്ചയായിട്ടും. പിന്നെയോ ഇടയനടി 2 എണ്ണം കൂടുതലും കൂടെ കിട്ടും. ശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഈ ആടുകളെല്ലാം എന്നാ സ്വഭാവക്കാരാ? ആടുകൾ എന്നാ സ്വഭാവക്കാരായിരിക്കും? എന്നാ സ്വഭാവക്കാരായിരിക്കും? ഈ അടുത്ത കാലത്ത് ഈ മഹടയല്ല കേട്ടോ, വേറെ മഹടയല്ല, ഞങ്ങളുടെ മഹടയെന്ന് കൂട്ടിക്കും, അപേക്ഷകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആടുകളൊക്കെ മഹാമോശം എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇടയന്മാരുടെ ആക്ഷേപം. ആടുകളൊക്കെ മഹാമോശമാണ്, പറഞ്ഞാൽ കേൾക്കത്തില്ല ആൾക്കാർ. അവരെന്ത് ചെയ്യുന്നു? തമ്മിൽ ഇടി കൂടുന്നു, കുത്തുകൂടുന്നു, അല്ലേ? ബലി ചേർന്ന് നടക്കുന്നു, കൂട്ടിന് പുറത്തു പോകുന്നു. അതൊക്കെയാണ് ഇടയന്മാരുടെ ആക്ഷേപം. ആടുകളുടെ ആക്ഷേപം അത് വേറെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറഞ്ഞിരുന്നാൽ ഒടുക്കം എന്തു ചെയ്യും? ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പോകരുത്. ഇടയശ്രേഷ്ഠൻ ഒരിക്കൽ പ്രത്യക്ഷനാകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കാൻ നേരമില്ല. വചനം എന്ത് പറയുന്നു, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്യണം നിർബന്ധമായിട്ട്. ലക്ഷ്യം ഒന്ന് മാത്രം, അവരെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തുക. ആകമാനമായിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആടുകളെ, ദൈവമക്കളെ, സഭാമക്കളെ എന്ത് ചെയ്യുക? അവരാരുമായിക്കോട്ടെ, ഏത് സ്വഭാവമായിക്കോട്ടെ ഉള്ളവരായിക്കോട്ടെ, അവരെ ഏത് വിധേന എന്ത് ചെയ്യുക? ദൈവപക്ഷം ചേർത്ത് നിർത്താൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ശുശ്രൂഷ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതിനുവേണ്ടിയാണ് നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചു നിലവിളിക്കുമാറ് അത്രയും കഷ്ടങ്ങളോടെ തൻ്റെ പുത്രൻ കടന്നുപോയത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം സ്നേഹിച്ച സ്നേഹമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വം എന്ത് ചെയ്യണം? നിങ്ങൾ പ്രസ്പിറ്റർ എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കൽ നമ്മൾ ഇടയശ്രേഷ്ഠൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആ ഒരു ബോധം നമുക്കിപ്പോഴും ഉണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വന്നേക്കാം, അതിനെല്ലാം അതിജീവിച്ച് കർത്താവിന് വേണ്ടി ജോലിയാണ്. ആരുടെ വേലയാ? കർത്താവിൻ്റെ വേല. ആരുടെ ആടാ? ദൈവത്തിൻ്റെ ആട്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. പത്രോസ് കൃത്യമായിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ആ ഒരു ചിന്തയോടെ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ഒടുക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒടുക്കം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നല്ല ഇടയൻ, നല്ല വേലക്കാരൻ എന്നുള്ളൊരു ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഇതുപോലെയുള്ള ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും നോക്കണം, ഞാൻ തന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചൊല്ലിയിട്ടാണ് ഇങ്ങോട്ട് കയറിയേക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് എനിക്ക് മാറ്റമില്ല, അല്ലെങ്കിൽ ഒഴിവില്ല, ആർക്കും ഒഴിവില്ല. ചില ചോദ്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടും എന്ത് ചെയ്യും? നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന ചോദ്യമാണ്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ ആട്ടിൻകൂട്ടത്തിൻ്റെ വിശ്വസ്ത കാവൽക്കാരും ഇടയന്മാരും ആയിരിക്കുമോ?
നിങ്ങൾ ആട്ടിൻകൂട്ടത്തിൻ്റെ വിശ്വസ്ത കാവൽക്കാരും ഇടയന്മാരും ആയിരിക്കുമോ? അവരുടെ ഇടയിൽ സമാധാനവും സ്നേഹവും പാലിക്കുവാനും പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനും അവരോട് ദൈവത്തിൻ്റെ മോചനം അറിയിക്കുവാനും നിങ്ങൾ ശ്രമിക്കുമോ? ആദ്യ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവരുടെ ഇടയിൽ സമാധാനവും സ്നേഹവും പാലിക്കുവാനും പാപികളെ മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്താണെന്ന് പോലും മറന്നു പോകുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ വരുന്നത്. നിങ്ങൾ പറയുന്നുണ്ട് കർത്താവ് സഹായിച്ച് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് പോകുന്നത്. കർത്താവ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കും അല്ലേ. നമ്മൾ കർത്താവിലേക്ക് ഒന്ന് തിരിഞ്ഞ് സഹായം ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട് ഇതിൻ്റെ അതിങ്ങനെയാണ്: ദക്ഷിണേന്ത്യാ സഭയിൽ ഈ ശുശ്രൂഷ നിറവേറ്റുന്നതിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ നിങ്ങൾ അതിൻ്റെ ശിക്ഷണം സ്വീകരിക്കുകയും ഈ സഭ നിങ്ങളുടെ മേൽ നിയമിച്ചാക്കുന്നവർക്ക് സുവിശേഷത്തിൻ്റെ പുത്രന്മാരെ പോലെ കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ്. അത് വേറൊരു ആംഗിളിലാണ് ആ ചോദ്യം. നമ്മൾ ശുശ്രൂഷയാണ്, ദൈവത്തിൻ്റെ ആടാണ്, കൂട്ടമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? എവിടെയാ? ഏത് സഭയിലാണ്? ദക്ഷിണേന്ത്യാ സഭയിൽ. ചോദ്യം ശ്രദ്ധിക്കണം. ദക്ഷിണേന്ത്യാ സഭയിൽ ഈ ശുശ്രൂഷ നിറവേറ്റുന്നതിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിന് മുമ്പ് അതിനോടനുബന്ധിച്ചൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് ശുശ്രൂഷയാക്കിയിരിക്കുന്നത്? നമ്മൾക്ക് ഇവിടെ ശുശ്രൂഷയാക്കിയ പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, ഇവിടെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. വേറെ എന്ത് ചെയ്യരുത്, വേറെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകരുത് എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ എവിടെ ആക്കിയിരിക്കുന്നു? ദക്ഷിണേന്ത്യാ സഭയിൽ നിശ്ചയിക്കപ്പെട്ട മഹാടവിൽ, നിശ്ചയിക്കപ്പെട്ട ഇടവയിൽ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ശുശ്രൂഷന്മാർ ആക്കിയിരിക്കുക. അപ്പോൾ അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടത്. അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ ഒരു സിസ്റ്റമുണ്ടല്ലേ, അവിടെ ഒരു സിസ്റ്റമുണ്ട്, അവിടെ ഒരു ഉപദേശമുണ്ട്, അവിടെ ഒരു എന്താ പറയുക, നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതനുസരിച്ചാണ് പോകേണ്ടത്. മനസ്സിലായോ? എല്ലാ സഭകൾക്കും അവരുടേതായ ഉപദേശങ്ങളുണ്ട്. അതെല്ലാം വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിയമങ്ങളുണ്ട്, അതെല്ലാം ഓരോരോ സഭയ്ക്കും ഉണ്ട്. അതില്ലാതെ അത് നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല. CSI സഭയ്ക്ക് എന്തുണ്ട്? അതിൻ്റെ നിയമങ്ങളും ഉപദേശങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ CSIയിൽ ഒരു പട്ടക്കാരനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉപദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. മനസ്സിലായാലും പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മാത്രം ചെയ്യാനായിട്ട് നിങ്ങൾ ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. അതിന് നിങ്ങളിവിടെ പ്രതിജ്ഞ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർത്തോണം. അപ്പോൾ അതിനുള്ളിലാണ് നിൽക്കുന്നത്. മറ്റേ ഈ അടുത്ത കാലത്തൊക്കെ ഭയങ്കര പലവിധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സഭ എന്താണ്, എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഉപദേശം എന്താണെന്ന് നമുക്കറിയാതെ പോകുന്നതുകൊണ്ട് പലവിധമായുള്ള ബുദ്ധിമുട്ടുകൾ സഭയിൽ നിന്നും ഉണ്ടാകുന്നു. എല്ലാ സഭകളും അവരവരുടെ ചട്ടക്കൂടുകൾക്കനുസരിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ സഭ ഇല്ല. നിശ്ചിത നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളതുകൊണ്ടാണ് ആ സഭ അതായിട്ട് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത്. എല്ലാ സഭകളിലും എല്ലാ വിധത്തിലുമുള്ള ആൾക്കാർ ഉണ്ട് അല്ലേ. കാരണം അവരെല്ലാവരും ആരാണ്? അവരെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് എല്ലാ സഭകളിലും പ്രത്യേക സ്വഭാവമുള്ളവരും അല്ലാത്ത സ്വഭാവമുള്ളവരൊക്കെയും ഉണ്ട്. അതുകൊണ്ട് ഏതൊരു സഭ നല്ലത് എന്ന് പറഞ്ഞാൽ പോകാനായിട്ട് പറ്റത്തേയില്ല. പക്ഷേ ഓരോ സഭയ്ക്ക് അവിടെ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വചനം വായിക്കുക, ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി വചന സൃഷ്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഒരുങ്ങുക. നല്ല നല്ല പ്രസംഗങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറാക്കി പ്രസംഗിക്കുക. മറ്റ് ഉപദേശങ്ങൾ നമ്മുടെ സഭയിൽ കടന്നു വരാതെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട് എന്ന് മറന്നു പോകരുത്. നിങ്ങൾ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ ആക്കിയിരിക്കുക. ആ കാലഘട്ടത്തിൽ വേറെ ആരുമില്ല, വേറെ ഒരാൾ അവിടെ വന്ന് എന്ത് ചെയ്യരുത്, ശുശ്രൂഷ ചെയ്യാൻ നിങ്ങളുടെ ഒരു കുറവ് കൊണ്ട് വരാൻ. നിങ്ങൾ വീട് സന്ദർശിക്കാത്തതുകൊണ്ട് വേറൊരു ശുശ്രൂഷകൻ വന്ന് എന്ത് ചെയ്യരുത്, വേറൊരു പള്ളിക്കാരൻ വന്ന് എന്ത് ചെയ്യരുത്, അവിടെ വീട് സന്ദർശിക്കാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകാത്തതുകൊണ്ട് വേറൊരാൾ വന്ന് എന്ത് ചെയ്യരുത്, അവിടെ പ്രാർത്ഥിക്കരുത്. മനസ്സിലായല്ലോ? അത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിവിടെ പ്രതിജ്ഞ ചെയ്യുന്നു, എന്ത് ഇവിടെ സമ്മതിക്കുന്നു എന്നൊക്കെയും ഓർക്കുകയും അത് ദൈവമേ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കടന്നു പോവുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വിശുദ്ധ സംസർഗം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശത്തോടെയാണ് പ്രസ്ബിറ്റർ സ്ഥാനത്തേക്ക് പോകുന്നത്. മറ്റ് ശുശ്രൂഷകൾ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാകുന്ന സക്രമന്താണ്.
അതിൻ്റേതായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കട്ടെ. അതിനുവേണ്ടി തക്കതായ ഉപദേശങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. വളരെ ഭവ്യതയോടെ എന്ത് ചെയ്യണം? ആ ശുശ്രൂഷ നിങ്ങൾ പങ്കുചേരണം. ഒരു വിശ്വാസിയേക്കാൾ കുറഞ്ഞ ഒരു നിലവാരത്തിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഒരിക്കലും ശുശ്രൂഷ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കണം എന്ന് ഓർപ്പിക്കും. വാക്യം ഒന്നുകൂടെ പറയാം. നിങ്ങളൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വാക്യം പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ നിന്നുള്ളതായ രണ്ടാം വാക്യമാണ് പറഞ്ഞത്. ഏതാണെന്ന് പറഞ്ഞേ? നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്. ആരുടെ ആട്ടിൻകൂട്ടമാ? ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നമ്മൾ ശരിയാവണ്ണം മേയിച്ചാൽ ഇടയശേഷം പ്രത്യക്ഷനാകുമ്പോൾ എന്ത് ലഭിക്കും? എന്ത് ലഭിക്കും? താഴോട്ട് വായിച്ച്. വാടാത്ത കിരീടം നമുക്ക് ലഭിക്കും. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ദൈവസന്നിധിയിൽ വാടാത്ത കിരീടം പ്രാപിക്കാനുള്ള ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. അതിശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ഇത്. വിശ്വസ്തയോടെ എന്ത് ചെയ്യുക? ഏറ്റവും ഫലകരമായി ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിൽ ആശ്രയിച്ച് പരിപൂർണ്ണവും ആശ്രയിച്ച് എന്ത് ചെയ്യുക? വേല ചെയ്യുക. നിങ്ങളെ ഏൽപ്പിക്കുന്ന ഇടങ്ങളിൽ അങ്ങുമിങ്ങും നോക്കാതെ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുക, വേല ചെയ്യുക. ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തു വെക്കുക. അതിനനുസരിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടെ ചിന്തിക്കുക. അത് നിങ്ങളെ ശുശ്രൂഷയിൽ ഏറ്റവും ബെറ്ററായിട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒടുവിൽ ഇടയശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ, എൻ്റെയും നിങ്ങളെയും ശുശ്രൂഷ ഏൽപ്പിച്ച് ഇടയശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ വിശ്വസ്തനും നല്ലവനും വിശുദ്ധനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ വാടാത്ത കിരീടം പ്രാപിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനടമെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.